പ്രസക്തമായ 3 ചോദ്യങ്ങൾക്കുള്ള ഒരു വലിയ ഉത്തരമാണ് ദ മോസ്റ്റ് ഓണറബിൾ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഈയിടെ കണ്ടെത്തിയിരിക്കുന്നത്. ചോദ്യങ്ങൾ 3 ഇങ്ങനെയാണ്. ഒന്നാമത്തത്, കേരളത്തിൻ്റെ വരും കാല ഇൻഡസ്ട്രികളെ ആരാണ് നയിക്കേണ്ടത്? രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും പുതിയ ടെക്നോളജി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കേരളത്തിൻ്റെ കുട്ടികളെ കേരളത്തിന് ലഭിക്കുമോ? മൂന്നാമത്, നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ നയിക്കാൻ ഇനി കേരളത്തിലെ കുട്ടികൾ ഇവിടെ ഉണ്ടാകുമോ? ഈ 3 പ്രസക്തമായ ചോദ്യങ്ങൾ വരുന്നത് കേരളത്തിൻ്റെ വിദ്യാർത്ഥികൾ നമ്മുടെ സംസ്ഥാനം വിട്ടും നമ്മുടെ രാജ്യം വിട്ടും പഠനങ്ങൾക്കായി പുറത്തു പോകുന്ന ഒരു വലിയ ട്രെൻഡ് ഉണ്ടായിരിക്കവെയാണ്. കേരളത്തിൻ്റെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജസിൽ ബഹുമാനപ്പെട്ട KTU യൂണിവേഴ്സിറ്റി ഏറ്റവും നല്ല കോഴ്സ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ, ഓരോ കോളേജും ഒന്നിനൊന്ന് മെച്ചമായി നമ്മൾ പ്രവർത്തിക്കപ്പെടുമ്പോൾ കേരളത്തിൻ്റെ വിദ്യാർത്ഥികൾ അതേ എഡ്യൂക്കേഷൻ, ആ ക്വാളിറ്റി പോലും എൻഷുർ ചെയ്യാത്ത രാജ്യങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് പോകുന്നത്? സോ ഈ ഒരു വലിയ ബ്രെയിൻ ഡ്രെയിനിനെതിരെ ആയിക്കൊണ്ട് കേരളത്തിൻ്റെ അനന്തമായ സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഒരു എഡ്യൂക്കേഷണൽ കോൺക്ലേവ് ഈ വരുന്ന ജൂൺ 15, 17, 19 തീയതികളിൽ ഓർഗനൈസ് ചെയ്യുകയാണ്. അതിൽ 15-ാം തീയതി നടത്തുന്ന ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ വെച്ച് ഓർഗനൈസ് ചെയ്യുന്ന പ്രോഗ്രാം മുസ്ലിം അസോസിയേഷൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അതിൻ്റെ ബഹുമാനപ്പെട്ട മാനേജ്മെൻറ്റ്, അതിൻ്റെ എല്ലാ എഫേർട്സും എടുത്തുകൊണ്ട് ഈ ഇവൻറ്റ് മുസ്ലിം അസോസിയേഷൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഈ വരുന്ന ജൂൺ 15-ന് ഹോസ്റ്റ് ചെയ്യപ്പെടുകയാണ്. രാവിലെ 9:30 തുടങ്ങുന്ന പ്രോഗ്രാമിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഇവൻറ്റുകൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബിക സർ ഉൾപ്പെടുന്ന എക്സ്പേർട്സിൻ്റെ ടോക്കുകളാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വിവിധ കോളേജിലെ ഏറ്റവും മികച്ച എക്സ്പേർട്സ് അവിടെ ഉണ്ടാകും. എല്ലാ കോളേജിൻ്റെയും ആൾക്കാരോട് കുട്ടികൾക്ക് നേരിട്ട് സംസാരിക്കാൻ, എനിക്ക് ഇന്ന ബ്രാഞ്ച് എടുക്കാൻ കഴിയുന്നതാണോ, എൻ്റെ മാത്തമാറ്റിക്സ് ലെവൽസ് ഇത്രയും മതിയാകുന്നതാണോ, എൻ്റെ ഒരു ബ്രെയിൻ കപ്പാസിറ്റി കൊണ്ട് നമുക്ക് എഞ്ചിനീയറിംഗ് നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ള മാതാപിതാക്കളുടെയും രക്ഷകർത്താക്കൾ എല്ലാവരുടെയും ഒരുപോലെ വിദ്യാർത്ഥികളുടെയും ഇവരുടെ 2 പേരുടെയും എല്ലാ സംശയങ്ങളെയും നിരീകരിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം അസോസിയേഷൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഒരു ഓപ്പൺ ഫോറമാണ് അന്ന് നിങ്ങൾക്കായി KTU ഓർഗനൈസ് ചെയ്യുന്ന ഈ പ്രോഗ്രാമിൽ ഹോസ്റ്റ് ചെയ്യപ്പെടുന്നത്. 9:30 മുതൽ 4:30 വരെ നീളുന്ന ഈ പ്രോഗ്രാമിൽ പേരൻസിന് അന്ന് എത്താവുന്നതാണ്, സ്റ്റുഡൻസിന് അന്ന് എത്താവുന്നതാണ്. കേരളത്തിലെ ഒട്ടനവധി സെൽഫ് ഫിനാൻസിങ് കോളേജസും അന്ന് നമ്മുടെ കോളേജിൽ അവരുടെ സാന്നിധ്യം അറിയിക്കുന്നതാണ്. സോ സാധാരണ ഇത്തരം മികച്ച യൂണിവേഴ്സിറ്റി നടത്തുന്ന വലിയ കോൺക്ലേവുകൾ പെയ്ഡ് കോൺക്ലേവുകളാകുമ്പോൾ പ്രവേശനം പരിപൂർണമായും സൗജന്യമായിക്കൊണ്ടാണ് മുസ്ലിം അസോസിയേഷൻ മാനേജ്മെന്റ് കേരളത്തിൻ്റെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇത് ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി പാരൻസിനും സ്റ്റുഡൻസിനും ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ, എക്സ്പേർട്സിൻ്റെ ടോക്കുകൾ കേട്ട് കൂടുതൽ നോളജും വിസ്ഡവും വയ്ക്കാൻ അന്നേ ദിവസം എല്ലാ വിദ്യാർത്ഥികളും പാരൻസും ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. I am Abdul Latif, General Secretary of Muslim Association. Thank you for all for being here. We invite you all to the KTU Educational Conclave 26 on 15th of June 26 at Mace campus. See you all at Mace, Venyaramud. Thank you for your support. ഒന്ന് പോസ്റ്റർ റിലീസ് ചെയ്യാൻ ബഹുമാനപ്പെട്ട സെക്രട്ടറി സാറിനെ ആദരവ് ക്ഷണിച്ചു. ഇത് ജനാബ് അബ്ദുൽ ലത്തീഫ് സർ, ജനറൽ സെക്രട്ടറി മുസ്ലിം അസോസിയേഷൻ, ഡോക്ടർ പ്രവീൺ കുമാർ, പ്രിൻസിപ്പൽ, പ്രൊഫസർ സാജിദ മാം, വൈസ് പ്രിൻസിപ്പൽ BTech, റോഷന മിസ്, കമ്പ്യൂട്ടർ സയൻസ് HOD, അമൽ പ്രതാപ് സർ, മെക്കാനിക്കൽ HOD, ഡോക്ടർ അഭയ SN, വൈസ് പ്രിൻസിപ്പൽ പോളിടെക്നിക് മെയിൻസ്, ഡോക്ടർ ഷെഫിൻ ഷൗക്കത്ത്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ HOD, രാജീവ് മിസ്, സിവിൽ ഡിപ്പാർട്ട്മെന്റ് HOD, പ്രേമലക്ഷ്മി മാം, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് HOD. താങ്ക് യു.